Dear students, +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമായി +1 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്ററായ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്ററിലെ 35 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അല്പം വിശദീകരണങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which among the following is a stage in the formation of a company? ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേജസ് താഴെ തന്നിട്ടുള്ളിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രൊമോഷൻ, ഓപ്ഷൻ ബി ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ സി സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, അതുപോലെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഇത് നാലുമാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ്. Question number 2. Conceiving of business opportunity and taking the initiative to form a company is called. ഒരു ബിസിനസ്സിൻ്റെ ആശയം ഉടലെടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയെ രൂപീകരിക്കാനുള്ള ഇനീഷ്യേറ്റീവ്, പ്രാരംഭ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുക. അപ്പോൾ ആ പ്രവർത്തനത്തെ ഏത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻ എ പ്രൊമോഷൻ, ഓപ്ഷൻ ബി ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ സി രജിസ്ട്രേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ പ്രൊമോഷൻ. പ്രൊമോഷൻ ഓഫ് എ കമ്പനി, കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ്, അതിൻ്റെ അടിസ്ഥാനപരമായ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന പ്രവൃത്തിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതിന് ബിസിനസ്സിൻ്റെ ഐഡിയ, ഓപ്പർച്യൂണിറ്റി കൺസീവ് ചെയ്യുന്നത് മുതൽ അതുപോലെ കമ്പനിയുടെ രൂപീകരണത്തിൻ്റെ ഇനീഷ്യേറ്റീവും അതുപോലുള്ള നടപടിക്രമങ്ങളുമാണ് പ്രൊമോഷനിൽ വരുന്നത്. പ്രൊമോട്ടർമാരാണ് ഇത് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. എനി പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ഈവൺ എ കമ്പനി who takes the initiative to form a company are called. ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കമ്പനിയെയോ ഏത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻ എ മാനേജർ, ഓപ്ഷൻ ബി ഡയറക്ടർ, ഓപ്ഷൻ സി പ്രൊമോട്ടർ, ഓപ്ഷൻ ഡി ചെയർമാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രൊമോട്ടർ. പ്രൊമോട്ടർ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളാവാം, അല്ലെങ്കിൽ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന കമ്പനിയോ പാർട്ണർഷിപ്പോ ഒക്കെ ആവാം. കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, പ്രൊമോഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് പ്രൊമോട്ടർ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് അമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് പ്രൊമോട്ടർ? ഒരു പ്രൊമോട്ടറുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പ്രൊമോട്ടർ ഈസ് നൈദർ ആൻ ഏജന്റ് നോർ എ ട്രസ്റ്റി ഓഫ് ദ കമ്പനി. പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഏജന്റ് അല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ട്രസ്റ്റിയുമല്ല. ഓപ്ഷൻ ബി ദ കോൺട്രാക്ട്സ് entered into by the promoter with the various parties are ratified by the company on incorporation. ഒരു പ്രൊമോട്ടർ കമ്പനിയുടെ രൂപീകരണത്തിന് തൊട്ട് മുൻപ് ഏതെല്ലാം ആളുകളുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ഏതെല്ലാം പാർട്ടികളുമായി ബന്ധപ്പെട്ടാണോ ഏതെങ്കിലും എഗ്രിമെൻറ്റിലോ കോൺട്രാക്റ്റിലോ ഏർപ്പെട്ടിരിക്കുന്നത് അവയെല്ലാം ഇൻകോർപ്പറേഷൻ തുടർന്ന് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സാധൂകരിക്കുന്നു. ഓപ്ഷൻ സി പ്രൊമോട്ടർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ ഫോർ ദെയർ സർവീസസ്. അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ, പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം പ്രൊമോട്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി? ഒരു കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് താഴെ തന്നിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻ ബി ഫീസിബിലിറ്റി സ്റ്റഡി, ഓപ്ഷൻ സി ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ ഡി നെയിം അപ്രൂവൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് കൺസീവിങ് ബിസിനസ് ഐഡിയ എന്നുള്ളതാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി ഈസ് കോൾഡ്. നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമായി അതിൻ്റെ ഇവാലുവേഷൻ ആൻഡ് അനാലിസിസിനെ ഏത് പേരിൽ വിളിക്കുന്നു? ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ സാധ്യത എത്രത്തോളമുണ്ട്, അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വിപണന സാധ്യത അല്ലെങ്കിൽ ഡിമാൻഡ് പോസിബിലിറ്റി എത്രത്തോളമുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇവാലുവേഷൻ ആൻഡ് അനാലിസിസിനെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ നെയിം അപ്രൂവൽ, ഓപ്ഷൻ ബി ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ സി രജിസ്ട്രേഷൻ, ഓപ്ഷൻ ഡി ഫീസിബിലിറ്റി സ്റ്റഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഫീസിബിലിറ്റി സ്റ്റഡി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫീസിബിലിറ്റി സ്റ്റഡി കൺസിസ്റ്റ് ഓഫ്. ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഓപ്ഷൻ സി ഇക്കണോമിക് ഫീസിബിലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഫീസിബിലിറ്റി സ്റ്റഡി ഓഫ്
ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. 1 ടെക്നിക്കൽ ഫീസിബിലിറ്റി, അതുപോലെ 2 ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, 3 ഇക്കണോമിക് ഫീസിബിലിറ്റി. ഇത് 3ഉം ചേരുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡീൻ്റെ 3 സബ് കോമ്പോണൻസ് ആണ് ഈ 3 സ്റ്റഡീസ്: ടെക്നിക്കൽ ഫീസിബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആൻഡ് ഇക്കണോമിക് ഫീസിബിലിറ്റി എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് among the following is a function of a promoter? താഴെ തന്നിട്ടുള്ളതിൽ ഒരു പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻ ബി ഫീസിബിലിറ്റി സ്റ്റഡി ആൻഡ് നെയിം അപ്രൂവൽ, ഓപ്ഷൻ സി ഫിക്സിംഗ് സിഗ്നറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുക, കമ്പനിയുടെ പേര് ഫിക്സ് ചെയ്യുക, നെയിം അപ്രൂവൽ നേടിയെടുക്കുക, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്യേണ്ടുന്ന ആളുകളെ, മെമ്പേഴ്സിനെ ഫിക്സ് ചെയ്യുക. ഓപ്ഷൻ ഡി അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക, ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഓപ്ഷൻ ഇ, ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ, ഓൾ ഓഫ് ദി അബോവ്. പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് ആണ് മേൽപ്പറഞ്ഞവയെല്ലാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ തുടങ്ങി ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു, കമ്പനിയുടെ പ്രൊപ്പോസ്ഡ് നെയിം അപ്രൂവലാക്കി അതിന് അപ്രൂവൽ നേടിയെടുക്കുന്നു, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ടുന്ന ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഫിക്സ് ചെയ്യുന്നു, പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റിൻ്റെ പ്രിപ്പറേഷൻ. ഇതെല്ലാം പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനി which defines company's objects, capital, powers and scope of operation and with which the company is registered is called. ഒരു കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ക്യാപിറ്റൽ എന്താണ്, പവേഴ്സ് എന്താണ്, സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ എന്താണ്, അതുപോലെ ഈ ബേസിക് ഡോക്യുമെൻറ്റോട് കൂടിയ കമ്പനിയുടെ രജിസ്ട്രേഷൻ സാധ്യമാവുള്ളൂ. ഈ ബേസിക് ഡോക്യുമെൻ്റ് ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ സി ടേബിൾ എ, ഓപ്ഷൻ ഡി പ്രോസ്പെക്ടസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്, ചാർട്ടർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന പേരിലൊക്കെ വിളിക്കുന്നത് പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ആണ്. അതിൽ പ്രധാനമായും 6 ക്ലോസസ് ആണ് വരുന്നത് എന്ന് ഓർമ്മിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് among the following is the clauses of memorandum of association? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്ലോസസ് താഴെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ നെയിം ക്ലോസ് ആൻഡ് ഡൊമിസൈൽ ക്ലോസ്. 2 ക്ലോസ് ആണ് പറഞ്ഞ്, നെയിം ക്ലോസും ഡൊമിസൈൽ ക്ലോസും. ഡൊമിസൈൽ ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് സിറ്റുവേഷൻ ക്ലോസ്. ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ക്ലോസ് ആൻഡ് ലാബിലിറ്റി ക്ലോസ്. 3ാമത്തെ ക്ലോസ് ഒബ്ജക്റ്റ് ക്ലോസ്, 4ാമത്തെ ക്ലോസ് ലാബിലിറ്റി ക്ലോസ്. ഓപ്ഷൻ സി ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് അസോസിയേഷൻ ക്ലോസ്. 5ാമത്തെ ക്ലോസ് ക്യാപിറ്റൽ ക്ലോസ്, 6ാമത്തെ ക്ലോസ് അസോസിയേഷൻ ക്ലോസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. മേൽപ്പറഞ്ഞ 6 ക്ലോസസ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാകുക. നെയിം ക്ലോസ്, ഡൊമിസൈൽ ഓർ സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് അസോസിയേഷൻ ക്ലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്ന കാർട്ട ഓർ ചാർട്ടർ ഓഫ് എ കമ്പനി? ഒരു കമ്പനിയുടെ ഏത് ഡോക്യുമെന്റിനെയാണ് കമ്പനിയുടെ ചാർട്ടർ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി ടേബിൾ എ, ഓപ്ഷൻ സി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ഡി പ്രോസ്പെക്ടസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെയാണ് മാഗ്ന കാർട്ട അല്ലെങ്കിൽ ചാർട്ടർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഓഫ് ദ കമ്പനി. ഇതില്ലാതെ കമ്പനിയുടെ രജിസ്ട്രേഷൻ സാധ്യമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ ക്ലോസ് വിച്ച് ഡിഫൈൻസ് ഓർ ഡിസ്ക്രൈബ്സ് ദ പർപ്പസ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്. ഏത് ക്ലോസിലാണ്, ഏത് പർപ്പസിനാണ്, എന്ത് കാര്യത്തിനാണ് കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി പ്രസ്താവിക്കുന്നത്? ആ ക്ലോസ് ഏതാണ്? ഓപ്ഷൻ എ നെയിം ക്ലോസ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ക്ലോസ്, ഓപ്ഷൻ സി ഡൊമിസൈൽ ക്ലോസ്, ഓപ്ഷൻ ഡി ഒബ്ജക്റ്റ് ക്ലോസ്. കറക്റ്റ് ആൻസർ ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസിനാണ് കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്, കമ്പനിയുടെ പ്രവർത്തന ഉദ്ദേശം എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ബേസിക് മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഈ ഒബ്ജക്റ്റ് ക്ലോസിന് പുറത്തുള്ള ഒരു കാര്യം കമ്പനിക്ക് ചെയ്യാൻ അനുമതിയില്ല എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 13. Which clause specifies that the member's liability is limited to the unpaid amount on their shares? ഒരു മെമ്പറിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഷെയർമേൽ ഇനി അവർ അടയ്ക്കാൻ ബാക്കി നിൽക്കുന്ന തുകയായിട്ട് ലിമിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ലാബിലിറ്റി ഓഫ് എ മെമ്പർ സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ഏതാണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ ക്ലോസ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ക്ലോസ്, ഓപ്ഷൻ സി ലാബിലിറ്റി ക്ലോസ്, ഓപ്ഷൻ ഡി അസോസിയേഷൻ ക്ലോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലാബിലിറ്റി ക്ലോസ്. ലാബിലിറ്റി ക്ലോസിലാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി അവരുടെ ഷെയർസിൻ്റെ ഫേസ് വാല്യൂ മാത്രമാണ്. അത് മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ലാബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അടയ്ക്കാൻ ബാക്കി നിൽക്കുന്ന തുകയാണ് അവരുടെ ഫർദർ ലാബിലിറ്റി എന്ന് ലിമിറ്റ് ചെയ്യുന്ന, ആ തരത്തിൽ സ്പെസിഫൈ ചെയ്യുന്ന ക്ലോസ് ആണ് ലാബിലിറ്റി ക്ലോസ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി മീൻസ്. ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഓപ്ഷൻ ഡി രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഓപ്ഷൻ സി നോമിനൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി,
ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. കമ്പനിയുടെ ലൈഫ് ടൈമിൽ കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ദറ്റ് ഈസ് ഓതറൈസ്ഡ് ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നർത്ഥം. ഇതിന് തന്നെ മറ്റ് പേരുകളാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഇതിനെയാണ് നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട്. സോ കറക്റ്റ് ആൻസർ, ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ക്ലോസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഓൾ അതർ ക്ലോസസ്? 6 ക്ലോസസ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉള്ളത്. അതിൽ ഒരു ക്ലോസ് തികച്ചും വ്യത്യസ്തമാണ് മറ്റ് 5 ക്ലോസുകളെ അപേക്ഷിച്ച്. ആ വ്യത്യസ്തമായ ക്ലോസ് ഏതാണ്? ഓപ്ഷൻ എ നെയിം ക്ലോസ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ക്ലോസ്, ഓപ്ഷൻ സി അസോസിയേഷൻ ക്ലോസ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ ക്ലോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അസോസിയേഷൻ ക്ലോസ്. ഓപ്ഷൻ സി അസോസിയേഷൻ ക്ലോസിൽ ആദ്യമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്തിരിക്കുന്ന സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അവരുടെ ഒരു സത്യപ്രസ്താവനയാണ്, ഒരു ഡിക്ലറേഷനാണ് ഈ അസോസിയേഷൻ ക്ലോസിൽ അടങ്ങുന്നത്. മറ്റുള്ള ക്ലോസുകളിലൊന്നും ഇങ്ങനെ ഡിക്ലറേഷൻ അല്ല, മറ്റ് കണ്ടൻസ് ആണ് ഉള്ളത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അസോസിയേഷൻ ക്ലോസ് മറ്റു ക്ലോസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. The clause which is in the form of a declaration and through this clause signatories to memorandum agrees to purchase qualification shares. ഏത് ക്ലോസിലാണ് ഒരു ഡിക്ലറേഷൻ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഫോം ഓഫ് ഡിക്ലറേഷൻ അടങ്ങിയിരിക്കുന്നത്? ഈ ക്ലോസിലൂടെ സിഗ്നേറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ടുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, അപ്പോൾ അവർ അതിന് അർഹമാകണമെങ്കിൽ അവർ നിശ്ചിത നമ്പർ ഓഫ് ഷെയർസ്, നിശ്ചിത എമൗണ്ട് ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യണം, അതായത് ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഇതെല്ലാം പ്രസ്താവിക്കുന്ന ക്ലോസ് ഏതാണ്? ഓപ്ഷൻ എ അസോസിയേഷൻ ക്ലോസ്, ഓപ്ഷൻ ബി ലാബിലിറ്റി ക്ലോസ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ക്ലോസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അസോസിയേഷൻ ക്ലോസ്. ഈ അസോസിയേഷൻ ക്ലോസിലാണ് ഒരു ഡിക്ലറേഷൻ അടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിച്ചു കൊള്ളാം എന്നുള്ള സത്യപ്രസ്താവനയാണ് അവരതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിനായിട്ട് അവർ നിശ്ചിത എണ്ണം ഷെയർസ്, നിശ്ചിത വാല്യൂ ഉള്ള ഷെയർസ്, അതുപോലെ നിശ്ചിത കാറ്റഗറി ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്തുകൊള്ളാം. ആ ഷെയർസിനെയാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്നും പറയുക. ഇതെല്ലാം ആ പ്രസ്താവനയുടെ ഭാഗമായിട്ട് അവർ സമർപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ സൈൻ ചെയ്ത് നൽകുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ റൂൾസ് റിഗാർഡിംഗ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് ആവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്ന സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഏതാണ്? ഓപ്ഷൻ എ പ്രോസ്പെക്ടസ്, ഓപ്ഷൻ ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ സി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ഡി ടേബിൾ എ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെയാണ് കമ്പനിയുടെ ബൈ ലോ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനിയുടെ ആഭ്യന്തരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് കണ്ടീഷൻസ്, റെഗുലേഷൻസ് എല്ലാം എഴുതി ചേർത്തിരിക്കുന്ന ബൈ ലോ ആണ് പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. The number of shares to be held by a person to become a director of a company as fixed by Articles of Association is called. Articles of Association പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർക്ക് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡയറക്ടർ ആകണമെങ്കിൽ അവർ നിർബന്ധമായും പർച്ചേസ് ചെയ്യേണ്ടിയിരിക്കുന്ന, വാങ്ങിയിരിക്കുന്ന ഷെയർസ്, അത് ഏത് ക്ലാസ് ഓഫ് ഷെയർസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഷെയർസിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഷെയർ, ഓപ്ഷൻ ബി ക്വാളിഫിക്കേഷൻ ഷെയർസ്, ഓപ്ഷൻ സി പ്രിഫറൻസ് ഷെയർ, ഓപ്ഷൻ ഡി ഇക്വിറ്റി ഷെയർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്വാളിഫിക്കേഷൻ ഷെയർസ്. അതായത് ഒരു മെമ്പർക്ക് ഡയറക്ടറായി നിയമനം ലഭിക്കണമെങ്കിൽ ആ വ്യക്തി നിശ്ചിതമായ എണ്ണം, നിശ്ചിത കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ഷെയർസ് പർച്ചേസ് ചെയ്യണം. ആ ഷെയർസിനെയും ആ കാറ്റഗറിയാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. വൈൽ നെയിമിംഗ് എ കമ്പനി വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി ബോൺ ഇൻ മൈൻഡ്? ഒരു കമ്പനിയുടെ പേര് നൽകുമ്പോൾ പ്രൊമോട്ടർ ശ്രദ്ധിക്കേണ്ടുന്ന, ആ പേരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ദ നെയിം ഷുഡ് എൻഡ് വിത്ത് ലിമിറ്റഡ് ഓർ LTD ഓർ PVT ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന വേർഡ് വേണോ, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് LTD എന്ന വേർഡ് വേണോ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിലെ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ PVT ലിമിറ്റഡ് എന്ന് വേണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വേർഡ് കംപ്ലീറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇത് സൂചിപ്പിക്കണം. അതുപോലെ ഓപ്ഷൻ ബി ദ നെയിം ഷുഡ് നോട്ട് ബി ഐഡൻറ്റിക്കൽ വിത്ത് ഓർ സിമിലർ ടു ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു കമ്പനിയുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ നിലവിലുള്ള ഒരു കമ്പനിയുടെ പേരുമായിട്ട് അതിന് ഐഡൻറ്റിക്കൽ ആയിരിക്കരുത്, അല്ലെങ്കിൽ സാമ്യമുണ്ടാകാൻ പാടില്ല. ഓപ്ഷൻ സി ദ നെയിം ഷുഡ് നോട്ട് കൺവേ എനി കണക്ഷൻ വിത്ത് എ നാഷണൽ ഹീറോ. ഒരു ദേശീയ ഹീറോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള സിമിലാരിറ്റിയും ഉണ്ടാകാൻ പാടില്ല. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. മേൽപ്പറഞ്ഞവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പേരിൻ്റെ അവസാനം എന്താണെന്ന് തീരുമാനിക്കണം. അതുപോലെ നിലവിലിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരുമായിട്ട് അതിന് സാദൃശ്യമുണ്ടാകാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പേരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എംബ്ലമോ
അതുപോലെ ഒരു നാഷണൽ ഹീറോയോ അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ആ പേര് ഉപയോഗിക്കാൻ അനുമതി ലഭിക്കില്ല എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഹൗ മെനി മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു സൈൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ പബ്ലിക് കമ്പനി? ഒരു പബ്ലിക് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ടുന്ന മെമ്പേഴ്സ് എത്ര പേരാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ടുന്നത് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് സൈൻ ചെയ്യണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര് സൈൻ ചെയ്താൽ മതിയാവും. ക്വസ്റ്റ്യൻ നമ്പർ 21. ഹൗ മെനി മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു സൈൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്യേണ്ടുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2. 2 മെമ്പേഴ്സാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സൈൻ ചെയ്യേണ്ടുന്ന മെമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 22. എ ഡിക്ലറേഷൻ ടു ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ stating that all legal formalities have been complied with, signed by an advocate or a chartered accountant or a person named in the articles as director or manager or secretary of the company. കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടുന്ന ഡിക്ലറേഷനിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറക്ടർ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പേര് പരാമർശിച്ചിരിക്കുന്ന ഡയറക്ടർ സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജർ സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്രട്ടറി സൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഈ വ്യക്തികൾ ആരെങ്കിലും സൈൻ ചെയ്തതിന് ശേഷം രജിസ്ട്രാർക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇൻകോർപ്പറേഷന് വേണ്ടി സമർപ്പിക്കുന്ന ആ ഡിക്ലറേഷൻ ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, ഓപ്ഷൻ സി എഗ്രിമെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ സമർപ്പിച്ചാൽ മാത്രമേ, മറ്റ് അനുബന്ധ രേഖകളും മറ്റു കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ അഥവാ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായി ഡിക്ലെയർ ചെയ്യേണ്ടുന്ന ഒരു ഡിക്ലറേഷനാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്ത് സമർപ്പിക്കേണ്ടുന്ന ഒരു ഡിക്ലറേഷനാണ്, രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23. The document which mentions the ways and means by which the object of the company can be achieved is. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് നേടിയെടുക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് കൃത്യമായി പരാമർശിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ സി പ്രോസ്പെക്ടസ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് ഒരു കമ്പനിയുടെ ലക്ഷ്യം, ഒബ്ജക്റ്റ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒബ്ജക്റ്റ്, ലക്ഷ്യം നേടിയെടുക്കാൻ എന്ത് മാർഗ്ഗമാണ് അവലംബിക്കുക, വെയ്സ് ആൻഡ് മീൻസ് ഏതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഡോക്യുമെന്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. The document which is the bylaw of the company which governs the internal administration and management of the company. ഒരു കമ്പനിയുടെ ആഭ്യന്തരമായ അഡ്മിനിസ്ട്രേഷന്, മാനേജ്മെന്റിന് സഹായിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിരിക്കുന്ന ബൈലോ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി ടേബിൾ എ, ഓപ്ഷൻ സി കമ്പനീസ് ആക്ട്, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. എ നോട്ടീസ്, സർക്കുലർ, അഡ്വർടൈസ്മെന്റ് ഓർ അതർ ഡോക്യുമെന്റ് inviting deposits from the public or inviting offers from the public for subscription or purchase of any shares or debentures of a body corporate. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടേതോ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെയോ ഷെയറുകൾ പർച്ചേസിന് വേണ്ടി പൊതുജനങ്ങളെ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ വേണ്ടി പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോട്ടീസിനെ, സർക്കുലറിനെ, അഡ്വർടൈസ്മെന്റിനെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും ഡോക്യുമെന്റിനെ ഏത് പേരിൽ വിളിക്കുന്നു? ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഓപ്ഷൻ ബി ടേബിൾ എ, ഓപ്ഷൻ സി പ്രോസ്പെക്ടസ്, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിന്റെ ഡെഫിനിഷനാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടന്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 26. Which among the following consist of the steps for raising fund from public, that is capital subscription? ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുക, ക്യാപിറ്റൽ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ശരിയായ നടപടിക്രമങ്ങളുടെ സ്റ്റെപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെബി അപ്രൂവൽ, സെബിയുടെ അപ്രൂവൽ വാങ്ങിയെടുക്കുക. ദെൻ ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. ഓപ്ഷൻ ബി അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ്, ബാങ്കേഴ്സിനെയും അണ്ടർറൈറ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുക. ഓപ്ഷൻ സി മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഓപ്ഷൻ ഇ ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ഓൾ ഓഫ് ദി അബോവ്. ഒന്നാമത്തെ സ്റ്റെപ്പ് സെബിയുടെ അപ്രൂവൽ വാങ്ങിയെടുക്കുക. രണ്ടാമതായി പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുക. മൂന്നാമതായിട്ട് അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ്, ബാങ്കേഴ്സിനെയും അണ്ടർറൈറ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുക. നാലാമതായി മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. നാലാമതായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപേക്ഷ സമർപ്പിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ്
ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഷെയറുകൾ അലോട്ട് ചെയ്യാം. സോ ഈ മേൽപ്പറഞ്ഞ ABCDയിൽ പറഞ്ഞ 4 കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥമായ ക്രമാനുഗതമായ സ്റ്റെപ്പാണ്. Question number 27. The minimum amount of capital which must be subscribed by the public before a public company can allot shares is known as. ഒരു പബ്ലിക് കമ്പനിക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യുന്നതിന് മുൻപായി എത്ര രൂപയുടെ ഷെയർ ക്യാപിറ്റലുള്ള ആപ്ലിക്കേഷൻസ് ലഭിച്ചിരിക്കണം? The minimum amount of capital must be subscribed by the public before a public company can allot its shares is known as. അതിന് ഏത് പേരിലാണ് വിളിക്കുക? ഓപ്ഷൻ എ മിനിമം സബ്സ്ക്രിപ്ഷൻ, ഓപ്ഷൻ ബി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, ഓപ്ഷൻ സി അണ്ടർ റൈറ്റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ബിഫോർ എ പബ്ലിക് കമ്പനി ക്യാൻ അലോട്ട് ഇറ്റ് ഷെയർസ്. ഷെയർ അലോട്ട് ചെയ്യുന്നത് തുടങ്ങുന്നതിന് മുൻപ് ഈ പറയുന്ന മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കണം. അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. According to section 262 of the Companies Amendment Act 2013, 2013 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 62 പ്രകാരം എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ ഈസ് കോൾഡ് ഡാഷ് കമ്പനി. ഒരു കമ്പനിക്ക് ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കമ്പനി ഏത് പേരിലാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ പ്രൈവറ്റ് കമ്പനി, ഓപ്ഷൻ ബി പബ്ലിക് കമ്പനി, ഓപ്ഷൻ സി 1 person കമ്പനി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1 person കമ്പനി. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2013 പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനിയാണ് 1 person കമ്പനി. ഇത് പ്രകാരം ആ കമ്പനിക്ക് ഒരേ ഒരു ഷെയർ ഹോൾഡർ ഓർ മെമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 29. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ പ്രിവിലേജ് ഓഫ് 1 person കമ്പനി? താഴെ തന്നിട്ടുള്ളതിൽ ഒരു 1 person കമ്പനിയുടെ പ്രിവിലേജ് ഏതാണ്? ഓപ്ഷൻ എ ഇറ്റ് നീഡ് നോട്ട് ഹോൾഡ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത്തരം കമ്പനികൾക്ക് ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 1. ഇത്തരം കമ്പനികളുടെ ഡയറക്ടറുടെ എണ്ണം എന്ന് പറയുന്നത് ഒരാളാണ്. ഓപ്ഷൻ സി റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് നോട്ട് ആപ്ലിക്കബിൾ. ഡയറക്ടേഴ്സിന് റിട്ടയർമെൻറ്റ് എന്നുള്ള കാര്യമുണ്ട്, പക്ഷേ 1 person കമ്പനിക്ക് ഡയറക്ടർ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ദർ ഈസ് നോ നീഡ് ഫോർ അപ്പോയിൻറ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. സ്വതന്ത്രമായ ഒരു ഡയറക്ടറെ അപ്പോയിൻ്റ് ചെയ്ത കാര്യം ഇത്തരം കമ്പനികൾക്കില്ല. ഓപ്ഷൻ എ ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓൾ ഓഫ് ദീസ്. മേൽപ്പറഞ്ഞവയെല്ലാം 1 person കമ്പനിക്കുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പ്രിവിലേജസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആസ് പെർ സെബി ഗൈഡ് ലൈൻസ്. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം ഇഷ്യൂഡ് ക്യാപിറ്റലിലെ എത്ര ശതമാനമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 100%, ഓപ്ഷൻ ബി 90%, ഓപ്ഷൻ സി 50%, ഓപ്ഷൻ ഡി 10%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 90%. 90% ഓഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റലാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് സാധാരണഗതിയിൽ സെബി ഗൈഡ് ലൈൻസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 31. ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഫോം എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി രൂപീകരിക്കാൻ ആവശ്യമായ മിനിമം മെമ്പേഴ്സിൻ്റെ എണ്ണം? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7. 7 പേര് വേണം ഒരു പബ്ലിക് കമ്പനി രൂപീകരിക്കണമെങ്കിൽ. ഒരു പ്രൈവറ്റ് കമ്പനി രൂപീകരിക്കാൻ 2 പേര് മതി. ക്വസ്റ്റ്യൻ നമ്പർ 32. ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ ഓഫ് എ നെയിം ഓഫ് എ കമ്പനി ഈസ് ടു ബി ഗിവൺ ടു. ഒരു കമ്പനിയുടെ പ്രപ്പോസ് ചെയ്യുന്ന കമ്പനിയുടെ രൂപീകരിക്കാൻ പോകുന്ന കമ്പനിയുടെ നെയിമിന് പേരിന് അപ്രൂവൽ ലഭിക്കാൻ ആർക്കാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ രജിസ്ട്രാർ ഓഫ് കമ്പനി, ഓപ്ഷൻ ബി സെബി, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഗവൺമെൻറ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ രജിസ്ട്രാർ ഓഫ് കമ്പനി. നെയിം അപ്രൂവലിന് വേണ്ടി രജിസ്ട്രാർ ഓഫ് കമ്പനിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 33. ദ പ്രപ്പോസ്ഡ് നെയിം ഓഫ് എ കമ്പനി ഈസ് അൺഡിസൈറബിൾ ഇഫ് ഇറ്റ് ഈസ്. നമ്മൾ ആരംഭിക്കാൻ പോകുന്ന കമ്പനിയുടെ നെയിം അൺഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ അനുവദനീയമല്ല. താഴെ പറയുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ് അങ്ങനെ സംഭവിക്കുക? ഓപ്ഷൻ എ ഇറ്റ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഈ പ്രപ്പോസ്ഡ് നെയിം ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ നെയിമായിട്ട് സാദൃശ്യമുണ്ടെങ്കിൽ. ഓപ്ഷൻ ബി ഇറ്റ് റിസംബിൾസ് ക്ലോസ്ലി വിത്ത് ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയിം എന്ന പോലെയാണെങ്കിൽ. ഓപ്ഷൻ സി ഇറ്റ് ഈസ് ആൻ എംബ്ലം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു എംബ്ലം ആണെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു എംബ്ലം ആണെങ്കിൽ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ എംബ്ലം ആണെങ്കിൽ, അപ്പോൾ ഈ തരത്തിൽ ആ പേരിൻ്റെ കൂടെ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ മേൽപ്പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കമ്പനിയുടെ പ്രപ്പോസ്ഡ് കമ്പനിയുടെ നെയിമിലുണ്ടെങ്കിൽ അത് ആ നെയിം അനുവദിക്കില്ല, അത് അൺഡിസൈറബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 34. The Articles of Association defines the relationship between the company and its dash. Articles of Association കമ്പനിയും പിന്നെ ആരുമായിട്ടുള്ള ബന്ധമാണ് നിർണ്ണയിക്കുന്നത്. ഓപ്ഷൻ എ എംപ്ലോയീസ്, ഓപ്ഷൻ ബി മെമ്പേഴ്സ്, ഓപ്ഷൻ സി ഔട്ട്സൈഡേഴ്സ്, ഓപ്ഷൻ ഡി ക്രെഡിറ്റേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെമ്പേഴ്സ്. കമ്പനിയും കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സുമായിട്ടുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇന്റേണൽ മാനേജ്മെൻറ്റിന് സൗകര്യമൊരുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങുന്ന ഡോക്യുമെൻറ്റ്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ പബ്ലിക് കമ്പനി ക്യാൻ കമൻസ് ഇറ്റ്സ് ബിസിനസ് ഓൺ ഗെറ്റിംഗ് ഡാഷ്. ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കേണ്ടത്? ഓപ്ഷൻ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ ബി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ഓപ്ഷൻ സി ഓൺ ഗെറ്റിംഗ് എനി ഓഫ് ദ എബോവ് സർട്ടിഫിക്കറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് നിർബന്ധമായും ലഭിച്ചിരിക്കണം. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം മതി. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാം. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമായി +1 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്ററായ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററിലെ 35 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.